and welcome to Comedy Master. എല്ലാരും കാണാം. താങ്ക് യു. രണ്ടെണ്ണം നാലെണ്ണം എറിഞ്ഞു തന്നത്. തുടങ്ങാം. അപ്പൊ നമുക്ക് നമ്മുടെ പരിപാടി ഒരു സെക്കൻഡ്, എലി ഒന്ന് ഹെയർ ഒന്ന് കറക്റ്റ് ചെയ്യണേ. ആണോ? ചാടി ഇറങ്ങി പോരും. സോറി, ഇഡ്ഡലി കഴിച്ചോണ്ടിരുന്നേ. ഏത് സൈഡാ ഹെയർ പോയോ? പെട്ടെന്ന് അവിടെ മൊത്തത്തില് ഹെയർ പോയി. മെല്ലെ ചെയ്യുമല്ലേ? നാച്ചുറൽ ആണല്ലോ. എന്ത് ചീകേറിയില്ല എന്റെ പൊന്നേലിനെ ചേച്ചി, ചീകേറിയുന്നേ ഇങ്ങനെയൊന്നും അറിയില്ലേ മുടി വരും. ആ, നിങ്ങൾക്കാർക്കും എന്നെ മനസ്സിലായില്ലല്ലേ? ഞാനാണ് എലീന ചേച്ചിയുടെ തലയിലെ പേൻ. ചേച്ചിയുടെ തലയിലെ പേൻ തന്നെ. അപ്പൊ ഇങ്ങനൊന്നും പറഞ്ഞുകൂടാ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഈ എലീന ചേച്ചിയുടെ തലയിലിരിക്കാൻ ഞാൻ എത്രത്തോളം കഷ്ടപ്പാട് സഹിക്കുന്നുണ്ടെന്ന്. ഇന്നലെ ആണെങ്കിൽ ഒരു പഴുത്ത കമ്പി എടുത്ത് എന്റെ മുഖത്ത് വെച്ച്. എന്താന്നറിയോ? ഹെയർ ഹീറ്റ് ചെയ്തതാണ്. അത്ര ഹീറ്റ്. സാധാരണ പേനിന്റെ കളർ എന്താ? കറുപ്പാണോ? എന്നെ നോക്ക്, എങ്ങനെയുണ്ട്? ചുമപ്പ്. എങ്ങനെ ആവാതിരിക്കും? ആഴ്ചക്കല്ലേ ഹെയർ കളർ മാറ്റണം. കണ്ടോ ഈ ചുമന്ന കളർ അടിച്ചോണ്ട് ഞാൻ എന്റെ കുടുംബത്തലേ ചെന്ന് കയറി. അവിടെ പോയപ്പോ എന്റെ അച്ഛൻ എന്നോട് പറയുക, നീ എന്റെ മോളൊന്നും അല്ല, ഇറങ്ങി പോടീന്ന്. ഈ ചുമന്ന കളർ അടിച്ചോണ്ട് വീട്ടിൽ പോലും കയറാൻ പറ്റാത്ത അവസ്ഥ. ഇങ്ങനൊന്നും ചെയ്യരുത്, അറിയൂ. വിഷമം. അങ്ങോട്ട് പറഞ്ഞോ. വിശക്കുന്നേ, വല്ലതും തായോ. വിശക്കുന്നേ, വല്ലതും തായോ. വന്ന് പേനില് പിച്ചക്കാരിയോ? എന്നെ പിച്ചക്കാരിന്നൊന്നും വിളിക്കണ്ട. ഞാൻ നല്ല റോയൽ ഫാമിലിയിലെ പേനാണ്. ആണോ? മനസ്സിലായില്ല. ഞാനാണ് ശ്രീവിദ്യ ചേച്ചിനെ തലയിൽ പേന്. വിശക്കുന്നേ. എടി, നിനക്ക് വിശക്കുന്നെങ്കിൽ നീ ഇവിടെ വന്ന് കീറിട്ട് എന്താ കാര്യം? എടി, എനിക്ക് ഭക്ഷണം തരുന്ന ശ്രീവിദ്യ ചേച്ചിന്റെ തലേന്നല്ലേ? നാണുണ്ടോടി നിനക്ക്? വിശക്കുന്നെന്ന് പറഞ്ഞ ആരെങ്കിലും ചളി വാരി തിന്നുവോ? നീ കുളിക്കത്തൊന്നുമില്ലേ വൃത്തികെട്ട പെണ്ണ്? എങ്ങനെ കുളിക്കാനാ? ശ്രീവിദ്യ ചേച്ചി കുളിച്ചാലല്ലേ എനിക്ക് കുളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ശ്രീവിദ്യ ചേച്ചി കുളിക്കൂലല്ലേ? കുളിക്കും. ആഴ്ചയിൽ ഒരു ദിവസം കുളിക്കും. ചേച്ചി ഭയങ്കര എയർ കോൺഷ്യസ് അല്ലേ? എന്തോ ചേച്ചി ഇത്? പക്ഷേ ചേച്ചി കല്യാണം കഴിച്ചപ്പോ ഞാനൊന്ന് സന്തോഷിച്ച്. എന്തടി? ഇപ്പൊ ചേട്ടന്റെ തലേ കയറി ഇരിക്കാലോ. പക്ഷെ അവിടെ എനിക്ക് പരാജയമായിരുന്നടി. എന്താടി? ചേട്ടൻ 2 ആഴ്ചയിൽ ഒരിക്കലേ കുളിക്കത്തുള്ളൂ. ചേച്ചിനേക്കാളും വലിയ ഹെയർ കോൺഷ്യസ് ആണ് ചേട്ടൻ. ചേച്ചിയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കുളിക്കുമല്ലോ. പക്ഷേ എടി, ശ്രീവിദ്യ ചേച്ചിയുടെ തലേ കയറിയതിനു ശേഷം നീ ഒന്ന് തടിച്ചു കൊഴുത്ത്. എന്ത് ഫുഡാ ചേച്ചി അവക്ക് കഴിക്കാൻ കൊടുക്കുന്നേ? എടി, അത് തടിച്ചു കൊഴുത്തൊന്നുമല്ല. പിന്നെ ഞാൻ കുളിക്കാനിട്ടേ ദേഹം ചൊറിഞ്ഞ് നീരിറങ്ങിയത്. നീരായിരുന്നോ? നിന്റെ ഇളക്കം കണ്ടപ്പോഴേ മനസ്സിലായി ഇത് നീരിളക്കമാണെന്ന്. അത് ഓടിയാടുന്നു. ആ, എടി വേഗം പോയി ശ്രീവിദ്യ ചേച്ചിയുടെ തലേ കയറിക്കേ. പാവം, എന്നാലും ഫുഡൊക്കെ തരുന്നതല്ലേ. ഞാൻ പോവൂല. എടി പാവടി, നോക്കടി സമാധാനത്തോടെ ചൊറിയാതിരിക്കുന്ന. ഞാൻ പോവൂല. പിന്നെ എന്തോ പാവം, എന്റെ ബന്ധുക്കളൊക്കെ ഈ നഖത്തിന്റെ ഇടയിൽ ധരിച്ചു കൊന്ന ദുഷ്ടത്തെയാണ്. നീ കൊല്ലാനൊക്കെ ആയാലും പാവടി പോടി. പോവൂല. എടി ഞാൻ എന്റെ കൂടെ എലീന ചേച്ചിന്റെ തലയിരിക്കാൻ വരട്ടെ. എടി ഇത് നോക്കടി, എലീന ചേച്ചിന്റെ മുടിയൊക്കെ എന്നെ മാടി വിളിക്കുന്നെടി. എടി, നീ കാണുന്ന പോലെയൊന്നുമല്ല. എലീന ചേച്ചിയുടെ തലയെ പേന്മാള. അങ്ങോട്ട് മാറിക്കേ. സ്ഥലമില്ല. അപ്പോഴവളും കൂടി പാടുന്നു. നോക്കടി, 2 പേനുകൾ കഥയും പറഞ്ഞോണ്ട്. ഓ എടി, ആ കൂറക്കഥയും പറഞ്ഞോണ്ട് വരുന്ന കേട്ടറിഞ്ഞൂടെ? അതാ ഞോബിപ്പേനാ. കുട്ടിപ്പേൻ. ഏതാ കുട്ടിക്കൂറയോ? അത് തന്നെ. ഇങ്ങോട്ട് അതറിഞ്ഞൂടെ അഖിലിന്റെ മാനറിസം? നിനക്ക് നാണമില്ലടെ ഏതൊരു എന്റെ വാലി തൂങ്ങി നടക്കാൻ? അയ്യോ, നിങ്ങളുടെ വാലി തൂങ്ങി നടക്കണോണ്ടാണ് നിങ്ങൾ പറയണ കൂറ കഥകൾക്കൊക്കെ ഞാൻ തിരിച്ചു സപ്പോർട്ട് ചെയ്തായിരുന്നേ. അല്ലെങ്കിൽ കാണായിരുന്നു ഒരു പേൻ നിന്ന് പുഴുക്കുന്നത്. നോബിച്ചേട്ടന് തലയിലിരിക്കണ പറഞ്ഞിട്ട് ഇവ ഭയങ്കര ഷോ. നീ വലിയ സെലിബ്രിറ്റി കളിക്കൊന്നും വേണ്ട. കുട്ടിച്ചേട്ടാ, ഇത് ആരുടെ തലയിലെ പേനാണ്? അപ്പൊ കുട്ടിച്ചേട്ടന്റെ തലയിലെ പേനെ കുട്ടിച്ചേട്ടന്റെ തലയിൽ തന്നെ ഇരുത്തണം. അല്ലാതെ നാട്ടുകാരുടെ പേന് ശല്യം ഉണ്ടാക്കാനായിട്ട് തലേ കയറി ഇറക്കി വിട്ടതാ.
കുട്ടിച്ചേട്ടന്റെ തലയിൽ പോയിരുന്നോടാ. നീ എന്തിനാണ് ഞൊഴഞ്ഞു ഞോവിച്ചേട്ടന്റെ തലയിൽ കയറാൻ വന്നത്? നോബിച്ചേട്ടൻ തലയിൽ കുട്ടിച്ചേട്ടൻ തലയിൽ ഏതുവരെ ഇങ്ങനെ ഒട്ടിയിരിക്കും. നീ കുട്ടിച്ചേട്ടന്റെ തലയിൽ കയറി ഇരിക്കണം. കുട്ടിച്ചേട്ടന് തലയിലേക്ക് ഒരു മൂടില്ല. എനിക്ക് നല്ല മൂടാണല്ലോ. അതെന്താ നിനക്ക് മൂടില്ലേ? അയ്യോ മൂടൊക്കെ ഉണ്ട്, എന്നാലൊരു മൂടില്ല. മുടിയില്ലാന്നായിരിക്കില്ല, മുടിയില്ലാന്നായിരിക്കും. അതെന്ത്? ഒരു മിനിറ്റില് 60 സെക്കൻഡ്, പക്ഷെ 60 സെക്കൻഡിൽ 70 പ്രാവശ്യം മുടിയിൽ ഇങ്ങനെ 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 ഇട്ടോണ്ടിരിക്കുക. പിന്നെ ഞാനിങ്ങനെ അവിടെ നിൽക്കും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ദേ കുട്ടിച്ചേട്ടന്റെ ഓരോരോ കാട്ടായങ്ങളും കണ്ടുപിടിച്ചോണ്ട് കാട്ടായോ? ഒരു കുട്ടിത്തായം ഇറങ്ങിയിട്ടുണ്ട്. ഏയ് നീ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ 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 കാണിക്കുന്നത്? ഇതിന്റെ ഐഡന്റിറ്റിയാ. കേക്കണം, ഒരു ദിവസം പോലും ആയുസില്ലാത്ത ഇവനാണ്. ഹലോ പേനുകൾ, how are you? സുഖം. അയ്യോ എന്തു പറ്റി നോബി പേന ഒരു വിഷമം? ഒന്നും പറയണ്ട. എന്തെങ്കിലും പറ, തിരുവനന്തപുരത്ത് നിന്ന് ഇവിടം വരെ വന്നല്ലേ? നിങ്ങളെല്ലാരും ഒന്ന് കേൾക്കണം. ഓ കേക്കാൻ പറ. ഇന്ന് ഇവിടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഷൂട്ടുണ്ടെന്ന് പറഞ്ഞ് രാവിലെ വെപ്രാളം പിടിച്ച് ബാത്റൂമിൽ കയറി. അയ്യേ അതൊന്നും ഇവിടെ പറയരുത്, നാണക്കേട്. കുളിക്കാൻ എന്നിട്ട് കുളി കഴിഞ്ഞ് തല തോർത്തി. ആ തോർത്തോട് കൂടി എന്നെ ആ ബാത്റൂമിൽ വലിച്ചെറിഞ്ഞ് എന്നിട്ട് കാർ കൊടുത്തൊരു ഒറ്റ പോക്ക്. അപ്പൊ ഒന്നും ഇടാണ്ടേ പോയത്? അങ്ങനെയല്ല, അത് കഴിഞ്ഞ് നീ എങ്ങനെ ഇങ്ങോട്ട് വന്നേ? ഞാൻ ആ കുളിമുറി ഇത് പതിയെ എഴഞ്ഞ് വെഞ്ഞാറമുടി ബസ് സ്റ്റാൻഡിൽ വന്നു. അവിടെ നിന്ന് ഒരു ബസ്സിൽ കയറി പോന്ന് ടിക്കറ്റ് എടുക്കാതെ. അല്ലെങ്കിലും അങ്ങനെ തന്നെ, നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ തലയിൽ നമ്മൾ ഉണ്ടെന്ന് പറയാനേ നാണക്കേടായി. സത്യം. ഇതെന്താ ഈ പേരൊന്ന് പുഴു അടിക്കുന്ന? വൈബ്രേറ്റ് അടിക്കുന്ന പോലെ താങ്ങാനുള്ള ശേഷിയില്ലേ വേന? അതന്നെ. ഹലോ ഹലോ, ആരാ? ശ്രീവിദ്യ ചേച്ചിയുടെ തലയിലെ പേരല്ലേ? അതെ, ഞാൻ ഡയാന ചേച്ചിയുടെ തലയിലെ പേരാണ്. ഡയാന ചേച്ചിയുടെ തലയിലെ പേരാണോ? ഡയാന ചേച്ചി തലയിലിരിക്കുന്ന പേരാ വിളിക്കുന്നേ. മേടിച്ചെടുത്തില്ലേ? എടി പറയടി. എടി ഗൾഫുകൾ വന്നപ്പോ ഞാൻ വിചാരിച്ച ഏത് അറബി പേൻ ആയിരിക്കും. എടി നീ ഇപ്പൊ എവിടെ അടി? ഞാനിപ്പോ യുകെയിലാടി. പേനുകളായ ദോണ്ടേ ഇങ്ങനെ വേണം. എനിക്കുണ്ടൊരു തല, എന്തിനെ കൊള്ളാം. കാസർഗോഡ് ചന്തയിൽ പോകും, കാസർഗോഡ് ബ്യൂട്ടി പാർലറിൽ പോകും. ഈ ഡയാന ചേച്ചിന്റെ കൂടെ പോയാ UK, ഓസ്ട്രേലിയ, അമേരിക്ക, ജപ്പാൻ, അങ്ങനെ എവിടൊക്കെ പോവാ? ആടി പറ. ഡയാന ചേച്ചിയുടെ തലയിലിരുന്ന ഏത് രാജ്യത്ത് എപ്പോഴാ പോകുന്നൊന്നും പറയാൻ. ഡയാന ചേച്ചി ഇവിടെ ഉണ്ടല്ലോ, നീ എവിടെ? ഞാനിപ്പോ യുകെയിലാടി. അയ്യോ യുകെയിലാ? ഡയാന ചേച്ചി പ്രോഗ്രാം കഴിഞ്ഞ് വിഗ്ഗു ഒരു ഭിത്തി തൂക്കിയടി. ഡയാന ചേച്ചി വിഗ്ഗല്ലേ അപ്പൊ? ഞാൻ വിചാരിച്ച നല്ല പഴുത്ത പനകോലത്തെ പോലത്തെ മുടിയാണ്. ചില സെലിബ്രിറ്റീസ് ഒക്കെ വിഗ് തന്നെടി, കണ്ട ഒറിജിനൽ ആന്നേ തോന്നുന്നു. അത് തന്നെ. അയ്യേ എടി ഞാനിനി എങ്ങനെ നാട്ടിലോട്ട് വരുവടി? എടി നീ ഒരു കാര്യം ചെയ്ത് സായിപ്പിനെ തലമണ്ട കയറുന്ന ജീവിക്കടി. അതിനെനിക്ക് ഇംഗ്ലീഷ് അറിയണ്ടേ? ഡയാന ചേച്ചിയോട് എന്ന് പറഞ്ഞേരടി, തലമറന്ന് എണ്ണ തേക്കല്ലേ. അയ്യോ എന്തൊരു കഷ്ടമല്ലേ. ഞാനും അവളും അപ്പുറത്തും ഇപ്പുറത്തും തലയിലിരുന്ന് എന്തുമാത്രം നുണ പറഞ്ഞു. നിങ്ങൾ ഇവര് പറഞ്ഞേക്കാളും നുണ പറഞ്ഞിട്ടുണ്ടാവല്ലേ? അതിനവരല്ലേ ഞങ്ങക്ക് പഠിപ്പിച്ചിരുന്നേ. ഞാനീ പറയുന്നത് നിങ്ങളോടാ. നിങ്ങൾ ഇത്രയും വലിയ സെലിബ്രിറ്റീസ് ആവുന്നതിന് മുമ്പേ നമ്മൾ കുടുംബപരമായിട്ട് നിങ്ങളുടെ തലയിലിരുന്നവരല്ലേ, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്നും നമ്മളോട് ചെയ്തു. ദേ നിങ്ങൾ കേൾക്കാൻ വേണ്ടി പറയാണ്, ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ തലമുറ അന്യം നിന്ന് പോകും. ഹായ് ഹലോ നമസ്കാരം, മാം ശ്വേത മേനോൻ. ഇവിടെ ഹിന്ദി ചെലവാവൂല. ഒരു നിമിഷം ഞാനങ്ങ് മുംബൈയിലാണെന്ന് ചിന്തിച്ചു. ഞാൻ ശ്വേത മാമിന്റെ തലയിലിരിക്കണ പേന്. അങ്ങനെ കൊമ്പത്തേറാതെ താഴോട്ട് വാ. അല്ല ഇതെന്തീ കിരീടൊക്കെ വെച്ചോണ്ട്? ശ്വേത മാം പോലും ഇങ്ങോട്ട് വരുമ്പോ കിരീടൊന്നും വെക്കാറില്ലല്ലോ. ഞാനാണ് പേനുകളുടെ പ്രശസ്തമായ സുന്ദരി റാണി. ഈ പേനെന്താ ഇവിടെ നെഞ്ചു വിരിച്ചിരിക്കുന്നേ? സാധാരണ ശ്വേതാമയം വരുമ്പോൾ എല്ലാരും കിട്ടി ഹഗിയാറുണ്ട്. ആ ആദിത്യ മര്യാദ പേരിനും കാണിക്കാം. ബിസിനസ്. സാധാരണ ശ്വേത മാമിന്റെ വായിന്നൊന്നും ഇങ്ങനെ
വീഴാറില്ല. ഇതിനുമ്പ് കൊളപ്പുള്ളി ലീലയുടെ തലയിലായിരുന്നല്ലേ? ഇപ്പൊ കേട്ടപ്പോ മനസ്സിലായി. എടി ഈ ശ്വേത ചേച്ചിന്റെ തലയിൽ ഇരിക്കാൻ വേണമല്ലോ എടി ഒരു ഭാഗ്യം. സത്യം എടി നോക്കടി എന്തൊരു സൗന്ദര്യമുള്ള പേനാടി. അല്ല, ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താ? എന്റെ സൗന്ദര്യത്തിന്റെ ഡെയിലി ഒരു ബോട്ടിലിന് 1500 രൂപ വരുന്ന ബ്ലാക്ക് വാട്ടർ ആണ് മാം കുടിക്കുന്നത്. കുടിക്കുന്നത് മാത്രമല്ല, ബാക്കി വന്ന അതെടുത്ത് കളയൂല, പിന്നെ അതെടുത്ത് തലയിലൊഴിക്കും. ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി. അതൊക്കെയാണ് എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം. എനിക്ക് കൊണ്ടുവരണം. ചൊറിഞ്ഞോണ്ടിരിക്കുന്നു. പിന്നെ പഞ്ച്വാലിറ്റിയുടെ കാര്യത്തില് മാം സൂപ്പറാ. കറക്റ്റ് 8 മണിയാവുമ്പോ ഫുഡ് കഴിച്ചിരിക്കും. പിന്നെ മാമിനെ കല്യാണം കഴിച്ച ശ്രീവത്സം മാമൻ അവരുടെയൊക്കെ സ്നേഹം നമ്മൾ കണ്ടു പഠിക്കണം. പിന്നെ ആ കേറിങ് ഏട്ടായിയുടെ സ്നേഹം കുറച്ചൊക്കെ എനിക്കും കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ കിട്ടി? അത് ശ്രീവത്സം മാമൻ ഇങ്ങനെ സ്നേഹത്തോടെ മാമിന്റെ മുടിയിലൂടെ ഇങ്ങനെ തഴുകുമ്പോ ആദ്യം ഞാൻ ഉറങ്ങും, എന്നിട്ടേ മാം ഉറങ്ങും. സൗണ്ട് ഇത് പറഞ്ഞപ്പോ ആദ്യം ഉറങ്ങി. ഉറങ്ങാൻ നിൽക്കുന്ന അതിന്റെ ഇടയ്ക്ക് എങ്ങാണം മുടിയിന്ന് കൈയൊന്നെടുത്ത അപ്പ കാണാം മാഡത്തിന്റെ രണ്ടാമത്തെ മുഖം. മുടിയൊക്കെ അഴിച്ചിട്ടൊരു നിപ്പുണ്ട്. എനിക്ക് തല നിമിത്താ, എനിക്ക് തല മസാജ് ചെയ്താ, ഞാൻ വരെ തലേന്ന് പേടിച്ചിറങ്ങിയോളൂ. പിന്നൊന്ന് കൂളാവുമ്പോഴാണ് ഞാൻ പതിയെ പതിയെ വന്ന് വീണ്ടും തലേ കേറുന്നത്. അങ്ങനെ ഒരു ദിവസം ഇവർ രണ്ടുപേരും സ്നേഹത്തോട് ഒരുമിച്ച് കിടന്നുറങ്ങുമായിരുന്നു. ഞാൻ ശ്രീമാമന്റെ മീശയിലോട്ട് അങ്ങോട്ട് കേറി. രണ്ടുപേരും ഓടിക്കത്തയടി. ശ്രീമാമൻ ഒരു മുറിയിലും മാം വേറൊരു മുറിയിലും. എനിക്ക് മാമിന്റെ തലേ കേറാൻ പറ്റുമോ? എന്താ? ഞാൻ ശ്രീമാമന്റെ മീശയിലല്ലേ. ഞാൻ ആകെ വിഷമിച്ചു പോയി. ഒന്നാമതേ ശ്രീമാമന്റെ മൂക്കിന്റെ അറ്റത്താണ് ശുണ്ടി. അവരുടെയൊക്കെ മൂക്കിന്റെ അറ്റത്താണോ? എന്റെ വാറ എവിടെയാണ്? എങ്ങാണ് ചീറ്റി കഴിഞ്ഞ എന്റെ ജീവിതം ചീറ്റി പോവൂലേ. പിന്നെ നമ്മള് സംസാരിച്ച് ആകെ സമയം വൈകി. നമ്മൾ ഷൂട്ട് കഴിയാറ്. എല്ലാവരും അവരവരുടെ സെലിബ്രേഷൻ തലേ കയറി. നോബേണ്ണ, ഞാൻ ഇത്ര നാൾ നോബേണ്ട തലയിലായിരുന്ന. ഓടാ, എന്റെ കൊളസ്ട്രോൾ മൊത്തം ഊറ്റി കുടിച്ചു. നമ്മളോട് അങ്ങനെ പറയില്ലേ, നമ്മള് നിങ്ങളുടെ തലയിലല്ലേ ജീവിക്കണേ. ഈ കുട്ടിയാക്കിന്റെ തലയിലെ പേന്റെ ലിവർ ടെസ്റ്റ് ചെയ്യണം. ബിയർ വെച്ചാണ് തല കഴുകണം. അല്ല, ബിയർ വെച്ച് തല കഴുകണം നല്ലതാണ്. അതല്ല, നിങ്ങളിപ്പോ ഇങ്ങോട്ടൊന്ന് കയറി ചില മര്യാദയ്ക്ക് നിങ്ങൾ ഇവിടുന്ന് പോയി ഇല്ലെങ്കിൽ എല്ലാത്തിനും കൂടെ പറക്കി വെച്ച് ഇങ്ങനെ ടിക് 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 എന്ന് പറഞ്ഞു തോന്നുന്നു. മിസ് ഇന്ത്യ, നിങ്ങൾ പോണല്ലേ? ഞാൻ ശ്വേത മാമിന്റെ തലയിലെ ഹിന്ദി പേനാണ്. അതുകൊണ്ട് ഞാൻ പോണെങ്കിൽ ഹിന്ദി പറയണം. ഓ, ചേച്ചി ഒരുമിച്ച് പറയാം. എല്ലാരും ഒരുമിച്ച് ഹിന്ദിയിൽ. ഇതെല്ലാം ഒരു സൈഡിലേക്കാണല്ലോ. സൂപ്പർ സൂപ്പർ. പേരുകളൊക്കെ ഓ സോറി, എന്നെ കൊണ്ട് നീ അതിന്റെ ഇടയിലേക്കുമ്പോ നീ ഒരു ഈര്. ശ്രീവിദ്യ പെയിൻ പറഞ്ഞതുപോലെ ഭയങ്കര ഹെയർ കെയറിങ് ചെയ്യുന്ന ഒരാളാണ്. ഹെയർ റുട്ടീൻ ഒക്കെ ഉണ്ടോ? കുഴപ്പമില്ല, എന്റെ തലയിൽ പെയിൻ നിൽക്കൂല, പെയിൻ വാഴൂല. പെയിൻ വാഴാത്ത ഒരു തലയാണ് എന്റെ തല. അതെ, അങ്ങനെയുണ്ട്. ബാക്കിയെല്ലാം ഉണ്ടെങ്കിലും പെയിൻ ഇല്ല. എന്തെങ്കിലും കെയർ ചെയ്യുന്നോണ്ടാണോ അതോ? അല്ലല്ല, എന്റെ ഹെയർ നോർമലി സിൽക്കി ഹെയർ ആണ്. Okay. അപ്പൊ അവർക്ക് അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റൂല. പണ്ട് പിടിച്ചു നിൽക്കുമായിരുന്നോ കുട്ടിക്കാലത്ത്? ഇല്ല, പണ്ടേ എന്റെ തലയിൽ പെയിന്റെ പ്രശ്നമില്ല. അല്ല, ഇപ്പൊ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട്. ഈ പേൻ പറഞ്ഞാല് അത് നേരത്തെയാണ് ഈ കാസർഗോഡ് ചന്ത ബ്യൂട്ടി പാർലർ, ഇപ്പൊ പാളയം ചന്ത, കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിന്റെ ഇപ്പുറത്ത്, പിന്നെ ശ്രീവരാഗത്തെ മുറുക്കാൻ കടയിൽ വൈകുന്നേരം 7 മണിയാകുമ്പോൾ മുറുക്കാൻ. അല്ല, വേറൊരു പേന് ബിവറേജിക്കുന്നുണ്ട്. അത് നോബിച്ചേട്ടൻ രാഹുലിന്റെ തലേക്ക്. ഇല്ല, നന്ദുന്റെ തലയിൽ പേരില്ല. കാരണം നന്ദുന്റെ തലയിൽ പേൻ കയറാൻ പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും പേൻ കയറാത്ത ആൾക്കാരാണോ? അല്ലെന്നേ, അവിടെ ഞാൻ കയറിയല്ലേ, പിന്നെ അങ്ങനെ പേൻ കയറാൻ പറ്റും. ശ്വേതാജി, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പെന്നെയോ? ഗുണ്ടു പെയിൻ ഉണ്ടാവില്ലേ, അതിന് കൊല്ലാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. പെയിൻ ചീപ്പ് എടുത്ത് വീക്ക്ലി ആഴ്ചയിൽ ഒരു ദിവസം അതെല്ലാം എണ്ണ തേച്ച് അതെല്ലാം ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ പെയിൻ ഉണ്ടായിരുന്നു എനിക്ക് സ്കൂളിൽ. ഇപ്പൊ എന്റെ മോൾക്കും ചില സമയത്ത് പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവില്ല ഇത് എങ്ങനെയാ വരുന്നത്. ബിക്കോസ് സ്കൂൾ ടൈംസിൽ മാത്രമേ അങ്ങനെ ഉണ്ടാവില്ല. ഞാൻ ശ്വേത മാമിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോ?
അല്ല ശരിക്കും ശ്രീമാമന്റെ മീശയിലൊക്കെ പേരുണ്ടോ? ഇല്ല. ശ്രീമാമന്റെ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമായിട്ടാ ഒരാള് ശ്രീമാമൻ എന്ന് പറയുന്നത്. ഓക്കെ, ശ്രീന്റെ ഹെയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിൽക്കിയാണ്. അതില് ഒരു കാരണവശാലും അതിൽ ഒരു സാധനവും നിൽക്കൂല. ഇറ്റ്സ് ഭയങ്കര സിൽക്കി ചൈനീസ് ഹെയർ ആണ് സത്യം. അലീന, എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ കോൺസെപ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇന്ന് വരെ പേന് വെച്ചിട്ട് ഒരു സ്കിറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്ന ഒരാളായിരിക്കാം. പേന കൊണ്ട് ഒരുപാട് സ്കിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേന കൊണ്ടുള്ള സ്കിറ്റ്. കൺഗ്രാറ്റുലേഷൻസ്. ഇനി നീ ആ ബ്ലഡ് കുടിക്കണം. അല്ല അവനാണ് ഷൈൻ ചെയ്യണം കുട്ടിയുടെ പേന്. അതെ, അതായത് കുട്ടിയുടെ തലേടെ നടുക്കൊരു ടർഫ് ഉണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ? പിന്നെ അതല്ലേ അവൻ കറുത്തിങ്ങനെ കുട്ടപ്പനായിട്ടിരിക്കുന്നത്. പിന്നെ ഈ അശ്വജിത്തിന്റെ പ്രായത്തിലുള്ള പേരിന് ഒരു പേര് അറിയോ? എന്താ അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാ ഒന്ന് പറഞ്ഞു തരൂ. ഓക്കെ ഗൈസ്, നമ്മളൊന്ന് ഇൻഫോർമേറ്റീവ് സെഗ്മെന്റിലേക്ക് പോവുകയാണ്. ചെറുതേനെന്ന് പറയും പോലെ എന്ന് പറയുന്ന പോലെ അശ്വജിത്തിന്റെ, അതായത് കുഞ്ഞി പേരുകൾ. കുഞ്ഞു പേരുകൾ, അതായത് 2 വയസ്സൊക്കെയുള്ള പേരെന്ന് അങ്ങനെ എങ്ങനെ അറിയും? ടോട്ട്ലേഴ്സ് പോലെ. അതൊക്കെ അറിയാൻ പറ്റും. ഉണ്ട്. എന്താന്നറിയോ പേര്? ഒട്ട്. ഒട്ട് ഒട്ട് വട്ടം കണ്ടാണ്. ബാക്കി കേൾക്കാം. സ്കൂളിൽ പഠിക്കുന്ന സ്കൂളിൽ അല്ല, അങ്ങനെയല്ല. ഈരുണ്ട്, മൊട്ടനെ ഈരെന്ന് പറയും. ഓക്കെ. ദെൻ ഈ ഒരു ചെറിയ പ്രായത്തിൽ കുഞ്ഞു പേനുകളില്ലേ, അതിന് ഒട്ടെന്ന് പറയും. പിന്നെ വലിയതായി പേനെന്ന് പറയും. വലുതിനെ പേര്. അങ്ങനെ 3 കാറ്റഗറിയാണുള്ളത്. താങ്ക് യു. ചിലപ്പോ ആയിരിക്കാം, നമുക്കറിയാം. ആണ്. തമിഴിലൊരു സേയിങ് ഉണ്ട്, അതായത് അമ്മൂമ്മ പറഞ്ഞു തന്നേണം. നമ്മളിങ്ങനെ തലയിൽ ഇങ്ങനെ പേൻ നോക്കാനായിട്ട് നല്ല കൈകൾ ഇങ്ങനെ വരുമല്ലോ. അപ്പൊ ഇങ്ങനെ എല്ലാ പേനുകളും ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഓടും, 4 ഭാഗത്തേക്ക് ഓടും. അപ്പൊ ഈ വലിയ മുതിർന്ന പേൻ ഇങ്ങനെ വിളിച്ചു പറയും, ഒട്ടുകുട്ടി, അതായത് ഇവന്റെ പ്രായത്തിലുള്ള കുഞ്ഞിനെ പറയും, ഒട്ടുകുട്ടി ഈരുകുട്ടിയെ പാത്തുക്കോ, 10 കൈയും പടയും വരുത് എന്ന് പറയും. അതൊന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതായത് ചെറിയ ആളെ നോക്കിക്കോ, 10 കൈ 10 വിരലും പട മീൻസ് സൈന്യം വരുന്നുണ്ടെന്ന് കൊല്ലാൻ. അമ്മ സമ്മതിക്കണം, പേരിൽ റിസർച്ച് ചെയ്ത സത്യം. ഓക്കെ, അപ്പൊ എന്തായാലും പെയിൻ കഥ ഒരുപാട് നമ്മൾ കേട്ടു. ഭയങ്കര രസകരമായ ഒരു പെയിൻ കഥ. അത് കൊണ്ടുവന്ന നിങ്ങളാണ്. താങ്ക് യു ഗൈസ്. ഇതുപോലെ അടുത്ത ഐറ്റംസ് കണ്ടുപിടിച്ച് കൊണ്ടുവരാം. ഈ അമ്പളിക്കൊണ്ട വേണ്ടി എവിടെ പെണ്ണ് കാണാൻ പോയില്ല. എനിക്ക് ഇത് തന്നെ അവസ്ഥ. എന്നെ കൊല്ലിക്കാൻ വേണ്ടി ജനിച്ച ബസ്സും വരുന്നില്ലല്ലോ ദൈവമേ. അമ്പളിക്കുട്ടാ, അയ്യോ, അല്ല, ഹലോ, തിരുവല്ല ബസ് സ്റ്റേഷൻ അല്ലേ? ഈ കണിച്ചാമ്പാറ വഴി ഇപ്പൊ ഇതുവഴി ബസ് ഉണ്ടോ? തിരിച്ചിട്ടുണ്ടോ? വരുന്ന അമ്പളിക്കുട്ടാ, പെട്ടെന്ന് വേണം. ബസ് വരുന്നടാ, ബസ് വരുന്നു. ബസ് ബസ് പോയി. ഒന്നനങ്ങി വാടാ അമ്പളിക്കുട്ട. ഇവിടെ വന്നാൽ ഇവിടെ കിട്ടും. അടിയാ ഇനി അതും കൂടെ ഇനി വീണ്ടും ചേട്ടാ ഇവിടെ ബസ് കിട്ടും. പെട്ടെന്ന് പോവാം. നിന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. മേലെ എന്നെ മൊത്തം ബ്രോക്കറെ വിളിച്ചു വരും. എന്നാ പിന്നെ തേർഡ് എലിഫന്റ് എന്ന് വെച്ചാ മൂന്നാനേന്ന് ഒരുപാട് മിണ്ടെന്റെ അടുത്ത്. എടാ, എന്തിനാണ് നീ എന്നെ ഇങ്ങനെ കൊല്ലിക്കുന്നത്? എത്ര പെണ്ണുകൊണ്ട് കാണിച്ചടാ. ഒരെണ്ണത്തിനെ പോലും ഇഷ്ടപ്പെട്ടില്ല. എന്നെ ഈ ഒരു അവസ്ഥയിലാക്കിയില്ലടാ. ചെറിയ ആൾക്കാരാ, പെണ്ണിന്റെ വീട്ടുകാരും ആങ്ങളാരും അമ്മാവനും കൂടെ തല്ലിയപ്പം നീ അനങ്ങാതെ ഇങ്ങനെ നിന്നല്ലോ, അനങ്ങാപ്പാറ പോലെ. അനങ്ങാപ്പാറ കണക്ക് നിന്നല്ല, അടിയിടയ്ക്ക് ഒരു ലഡു താഴെ പോയില്ലേ, അത് പിന്നെ തിന്നാൻ വേണ്ടി ഞാൻ ചവിട്ടി പിടിച്ച് വെച്ചേക്കാം. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അമ്പളിക്കുട്ട, നീ ആ പെണ്ണോട്ട് ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. ആ സമയത്ത് അവൾ തിരിച്ചു കയറി വന്നു ഉടനെ തുടങ്ങിയ പ്രശ്നമാണ്. എന്തായിരുന്നു അവിടെ വിഷയം? ബ്രോക്കർ പറഞ്ഞൊക്കെ ഞാൻ ചെയ്തായിരുന്നു. ബ്രോക്കർ പറഞ്ഞൊക്കെ ചെയ്തായിരുന്നു. എനിക്ക് അറിഞ്ഞൂടെ ആരൊക്കെ എന്നെ അടിച്ചെന്ന് ഒരു പിടിയില്ല. പെണ്ണിന്റെ അമ്മാമാര് ആങ്ങളമാര് എല്ലാരും അടിച്ച്. ഓക്കെ, മനസ്സിലാക്കാം. അവിടെ ആ ചടങ്ങിന് പാചകത്തിന് വന്നില്ല ഒരു അമ്മച്ചി, അവരെന്തിനാ കുട്ടയ്ക്ക് അടിച്ചു? ഒരു പിടിയും കിട്ടുന്നില്ല. വലിയവരടിക്കുന്നത് മനസ്സിലാക്കാം. ഞാൻ അടികൊണ്ട് താഴെ വീണപ്പം 6 മാസം പ്രായമുള്ള ഒരു കൊച്ചു ഇഴഞ്ഞു ഒന്ന് കണ്ണി എന്തോന്ന് ഫാമിലി എനിക്ക് അറിഞ്ഞൂടെ എന്തൊക്കെയോ പ്രശ്നങ്ങളോട് നടന്നു. അടിയുടെ ഇടയിൽ ആരോ വിളിച്ച് പറയുന്നിട്ട്, കൈസർ പട്ടി ഇങ്ങോട്ട് വാടാ. പട്ടിയല്ലേ, മനുഷ്യനോളം പൊക്കം ഉണ്ടാ. അതിൽ കണ്ണി കാണാവുന്ന കൈ കിട്ടുന്ന സ്ഥലത്തല്ലേ കടിക്കുള്ളൂ. എന്റെ ഭാര്യയുടെ ഭാഗ്യം കൊണ്ട് ഇവിടെ തൊലഞ്ഞു പോയി. അയ്യോ, അതെങ്ങും പോയില്ല. ഞാൻ ആ പാചകപ്പഴി വരി പോയപ്പോഴേ അവിടെ ആരാ പറയുന്നത് കേട്ടോ, പായസത്തിൽ കൈസറിന് ഇടാൻ. ഞാൻ ഒന്നും നോക്കില്ല, അവിടെ വന്ന കൈസർ വട്ടി കാല് തൂക്കി എടുത്ത് പായസത്തിൽ ഇട്ട് ചങ്ങല. പായസത്തിൽ കൈസർ വട്ടി ഇടാൻ പറഞ്ഞതല്ല, പായസത്തിൽ കേസരി ഇടാൻ പറഞ്ഞതാണ്. അതായിരുന്നു ഞാൻ കൈസറിനെ എടുത്തിട്ട്. ആ വീട്ടിൽ എന്നെ തല്ലായി. ഇനി ആരെങ്കിലും ബാക്കി ഉണ്ടാടാ? അത് പിന്നെ ബ്രോക്കറേ ബ്രോക്കറേ വായനക്കാതെ കാര്യം പറയടാ. ബ്രോക്കറേ ഇല്ല ഇപ്പുറത്തൊന്ന് പറ. ബ്രോക്കറേ, അതെ. അപ്പൊ അവളെ മരം വെട്ടുന്ന മാമന്റെ അടി വേസ്റ്റ് ആയില്ല. വേറെ ഏതെങ്കിലും മാമര വീട്ടിൽ ഉണ്ടാ? ഒരു മാമൻ ഉണ്ടായിരുന്നു, പട്ടാളത്തിലാണ്, ലീവ് കിട്ടില്ല, അതുകൊണ്ടാ വരാഞ്ഞത്. കിട്ടണമായിരുന്നു. എന്റെ നെഞ്ച് ബജി കോരണ കണ്ണാപ്പ പോലെ ആയാലും എനിക്ക് ഓരോന്ന്. നമുക്ക് എവിടെയാണ് പിഴച്ചത്? നമുക്ക് എവിടെയാണ് പിഴച്ചത്? അതാണ് ഞാനും ആലോചിക്കുന്നത്. നമുക്കല്ല, നിങ്ങൾക്കാണ് പിഴച്ചത്. എനിക്കാ? അതെങ്ങനെ?
നമ്മൾ ഇവിടെ വന്നിറങ്ങിയില്ലേ ആ സമയം മുതൽ ഒന്ന് റീവൈൻഡ് ചെയ്ത് ആലോചിച്ച് നോക്കിയേ. അമ്പിളിക്കുട്ടാ അമ്പിളിക്കുട്ടാ എന്താടാ? അല്ല ഇത്ര നേരം ഈ മാനറിസം ഇല്ലായിരുന്നല്ലോ. കാലിൽ ഒരു ബബിൾ കോട്ടിയെ തറ തേച്ചാടാ. അതായിരുന്നാ അമ്പിളിക്കുട്ടാ, നിനക്കറിയാല്ല നിന്റെ 36ാമത്തെ പെണ്ണ് കാണലാണ്. ഒരിടത്തും കല്യാണം നടന്നിട്ടുമില്ല. എനിക്ക് ഇഷ്ടം പോലെ അടി കിട്ടിയിട്ടുണ്ട്, വാങ്ങിച്ചു തന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെയെങ്കിലും മാന്യമായിട്ട് പെരുമാറണം. കിടിലായിരിക്കും. അങ്ങനെ ആയിരുന്നു ആ കഴിഞ്ഞ പ്രാവശ്യം ആ കോട്ടയത്ത് കൊണ്ട് പെണ്ണ് കാണിച്ചില്ലേ, അതിനെങ്കിലും നിനക്ക് ഇഷ്ടപ്പെടണമായിരുന്നല്ലോ. കോട്ടയത്തോണ്ട് കാണിച്ച പെണ്ണിന്റെ ഗുണമെന്ന് പറയല്ലേ, ആ പെണ്ണ് പോർച്ചുഗലാണ്. ചേർച്ചയില്ലെങ്കിൽ അവൾ അനിയത്തി കെട്ടിച്ചേരുന്നല്ലോ. ചേർച്ചയില്ലെന്നല്ല, പെണ്ണ് പോർച്ചുഗലിൽ ജോലിയുള്ള പെണ്ണാണ്. ഇംഗ്ലീഷൊക്കെ പറയുള്ളൂ കൊച്ചു. അതെങ്ങനെ നീ സ്കൂളിൽ പോയാലും നിനക്ക് വായി നല്ല ഇംഗ്ലീഷ് വരുള്ളൂ. ആര് പറഞ്ഞാൽ സ്കൂളിൽ പോയിട്ടില്ല? നീ സ്കൂളിൽ പോയിട്ടുണ്ടോ? ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ട്. നിങ്ങൾ സ്കൂളിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞോ? അത് ഒരു കാര്യമുണ്ട്. ഈ പഠിപ്പിസ്റ്റ് എന്ന പേര് വരുമെന്നുള്ളതുകൊണ്ട് ഞാൻ ടീച്ചർ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാറില്ല. പഠിപ്പിസ്റ്റ് എടുത്ത് ടീച്ചർ എന്താണാവോ ചോദിച്ചത്? ടീച്ചർ ചോദിച്ചു മഴ പെയ്യുന്നത് എങ്ങനെന്ന്. പഠിപ്പിസ്റ്റ് എന്ന പേര് വരും എന്നുള്ളത് കൊണ്ട് തവള കരഞ്ഞിട്ടാണ് മഴ പെയ്യും എന്നറിയാവുന്ന ഞാൻ ഇടാതിരുന്നു. അല്ലെങ്കിൽ പഠിപ്പിച്ച പേര് വരും. അതിനാണോ സ്കൂളിൽ നിന്ന് പുറത്താക്കിയത്? അല്ല, അതിനല്ല പുറത്താക്കിയത്. ഒരു ദിവസം ഇതേ ടീച്ചർ തന്നെ എന്നോട് ചോദിക്കുകയാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന എവിടെന്ന്. ഓഹോ, എന്നിട്ട് എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടെന്ന്. അയ്യോ, അല്ലെ പഠിപ്പിച്ച പേര് വരും. അപ്പൊ ടീച്ചറോട് കയറിക്കടാ ബെഞ്ചിന്റെ മേളിലെന്ന്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു ടെറസിന്റെ മേളിൽ കയറിട്ട് കാണാൻ വയ്യ, പിന്നെയാണ് ബെഞ്ചിന്റെ മേളിൽ കയറി നിൽക്കുന്നത്. അങ്ങനെ പറഞ്ഞു വിട്ടല്ലേ? അങ്ങനെ വെറുതെ പറഞ്ഞു വിട്ടില്ല, വായി തോന്നി എന്തൊക്കെയോ പറഞ്ഞിട്ട് പറഞ്ഞു. ഇംഗ്ലീഷ് ഒന്നും അറിഞ്ഞൂടാത്തത്. ആര് പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ? നിനക്ക് ഇംഗ്ലീഷ് ഒന്നും അറിഞ്ഞൂടാ? ഇംഗ്ലീഷിൽ എനിക്ക് പച്ചവെള്ളം പോലെ അറിയാം. അറിയാമെങ്കിൽ 2 വാക്ക് തെറ്റാതെ ഇംഗ്ലീഷ് പറയടാ. ഇംഗ്ലീഷാ? ഞാൻ കേട്ടോ. അശ്വതി അച്ചു ലോക്ക്ഡ് ഹർ പ്രൊഫൈൽ. അശ്വതി അച്ചു ബ്ലോക്ക് ചെയ്യും. അത് ഇന്നും പയ്യന്മാരുടെ ഇടയിൽ ചുരുളിയാത്തൊരു രഹസ്യമാണ്. അശ്വതി അച്ചു. അപ്പൊ ആരും കണ്ടിട്ടില്ല? ആരും കണ്ടിട്ടില്ല. നമ്മുടെ സിനിമയുടെ നോബിയില്ലേ, അവൻ വരെ കുണ്ടന്നൂ പാലത്തിന്റെ അടിയിൽ നിൽക്കി ഈ അശ്വതി അച്ചുവിനെ കാണാം. അവൻ വൈകുന്നേരം ഇവിടെ ചാരിയെന്നാണ് അതിന്റെ തൂണ് വളഞ്ഞു പോയത്. നിനക്ക് ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെ ഇഷ്ടപ്പെടത്തില്ല. ഓരോ പെൺകുട്ടികൾക്ക് ഓരോ സങ്കല്പങ്ങളുണ്ട് ഭർത്താക്കന്മാരെ പറ്റി. തന്നെ അതാണ് ഞാൻ ബ്രോക്കറിന്റെ അടുത്ത് പറയുന്നത്. എന്നെ ഒരു സ്ഥലത്ത് പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയാൽ ആ പെണ്ണിന്റെ സങ്കല്പങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു വെക്കണ്ടേ? ഞാൻ അങ്ങനെ അറിയാതെ വന്നിട്ടൊന്നുമില്ല. ഞാൻ എവിടെ തെറ്റ് കാണിച്ചാ? കഴിഞ്ഞ ആഴ്ച കൊണ്ടുപോയ പെണ്ണ്. അവിടെ എന്തോ കുഴപ്പം? ആ പെണ്ണ് പറയാണ് പയ്യൻ ജിമ്മായിരിക്കണമെന്ന്. നിന്നെ പോലെ നാട്ടിൽ ചുമ്മാ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടാ? ചുമ്മാ ഇരിക്കുന്നല്ലെന്ന്, പയ്യൻ ജിമ്മായിരിക്കണമെന്ന്. എന്നിട്ട് അങ്ങനെ എനിക്ക് വാശി കയറി. ഞാൻ നേരെ ജിമ്മിൽ പോയി. ജിമ്മിൽ ചെന്നപ്പോ അവിടെ നിൽക്കുന്നു ഋത്തിക് റോഷൻ അല്ല, എന്റെ മാമൻ. എന്നിട്ട് മാമൻ പറയാണ് മക്കളെ എന്ത് വന്നത്? ഞാൻ ജിമ്മിൽ വന്നത്. അങ്ങനെ ജിമ്മിൽ വെറുതെ വന്നിട്ട് കാര്യമില്ല, ഈ പച്ചക്കറികളൊക്കെ കഴിക്കണമെന്ന്, പ്രത്യേകിച്ചും വെണ്ടയ്ക്ക. നല്ലതാ. പിന്നെ മാമൻ പറഞ്ഞൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വെണ്ടയ്ക്ക കഴിക്കുമ്പോൾ അതിൽ പുഴു കാണുമെന്ന്. പറഞ്ഞു തീർന്നുണ്ടോ? കാണാനില്ല. വെണ്ടയ്ക്ക് അല്ല, മാമന. അങ്ങനെ ഞാൻ ജിമ്മിൽ നിന്ന് താഴെ ഇറങ്ങി പച്ചക്കറി കടയിൽ വന്നിട്ട് ഒരു വെണ്ടയ്ക്ക എടുത്ത് ഇങ്ങനെ തുറന്നു നോക്കിയപ്പം അതിനകത്തിരിക്കുന്നു മാമന. അല്ല, പുഴു. ശരി, എന്നിട്ട് ഞാൻ ഈ പുഴുവിനെ ചീന്തി കളഞ്ഞ് അവിടുന്ന് 1 കിലോ വെണ്ടയ്ക്കയും മേടിച്ചിട്ട് വീട്ടിലോട്ട് പോയപ്പം ആണ്ടാ കയ്യും കാലും ഒടിഞ്ഞ് കയറി വരുന്നു പുഴു. അല്ല, മാമൻ. ഈ മാമന്റെ പുഴു അല്ല, മമ്മൂട്ടിയുടെ ആണ്. എടാ, എന്തിനാടാ ദൂരെ ഓടി ഓടി നടക്കുന്നത്? നിന്റെ സ്വന്തം നാട്ടിൽ നിന്ന് നല്ലൊരു പെണ്ണെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചാ പോരെ? ഓ, എന്റെ നാട്ടിൽ നിന്ന് എനിക്ക് പെണ്ണേ വേണ്ട. എന്റെ നാട്ടിന്റെ ഗുണമൊന്നും എന്റെ അടുത്ത് പറയരുത്. വെറുതെ ചുമ്മാ ഇരുന്നാലും ഓടി ഒന്നും ഇടിക്കുന്ന ആൾക്കാരാ. ചുമ്മാ ഓടി ഒന്നിടിക്കും. നീ എവിടെയാണ് ചുമ്മാ ഇരുന്നത്? പെണ്ണുങ്ങള് കുളിക്കുന്ന കുളിക്കട. എടാ, അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണമായിരുന്നു. ആൾക്കാർ വരുമ്പോ നീ പറയണമായിരുന്നു എന്റെ അതേ ഐഡിയ, നമ്മൾ മീൻ പിടിക്കാൻ വന്നു. അയ്യോ, ഞാനും അത് തന്നെ പറഞ്ഞത്. എന്നിട്ട് കൈതക്കാട്ടിന്റെ ഇടയിൽ ആരും കൊണ്ട് വെച്ചേക്കുന്ന മീനെന്ന് ചോദിച്ചാൽ കൈതക്കാട് അവിടെ മറ്റൊരു കുട്ടി കൈതപ്പൂ പറിച്ച് ഓണത്തിന് അത്തോടാൻ വന്നതാണ്. ഓ, നമ്മളെ രണ്ടുപേരെ മനസ്സ് ഒരുപോലെ തന്നെ. ഞാൻ അത് തന്നെ പറഞ്ഞത്. എന്നിട്ട് ജനുവരിയിൽ നിന്റെ അച്ഛൻ കൊണ്ടുവച്ചേക്കുന്നതാണ് ഓണം. അതിനുശേഷം ഞാൻ ഒരൊറ്റ അക്ഷരമാരത്ത് മിണ്ടിയിട്ടില്ല. അത്രയ്ക്ക് ദേഷ്യം. അതുകൊണ്ടല്ലേ ഫസ്റ്റ് അടിക്കാൻ നാക്ക് തന്നു. പിന്നെ അങ്ങനെ ഉണ്ട്. സോഷ്യൽ മീഡിയയൊക്കെ ഇല്ലേ, നീ അതിനകത്ത് ആരെങ്കിലും ഒന്ന് പ്രണയിച്ചൂടെ? നിനക്ക് അങ്ങനെ പറയരുത്. എനിക്കും പ്രണയമൊക്കെ ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ പ്രണയിച്ചു. പക്ഷെ ഈ പ്രണയിച്ച് അവസാനം എല്ലാ പെണ്ണുങ്ങളും എന്റെ അടുത്ത് പറയും ചേട്ടാ എന്നെ സഹോദരിയായിട്ട് കണ്ടുകൂടെയെന്ന്. അങ്ങനെ പറയുള്ളൂ. നീ മനസ്സ് മടുത്തില്ല. ഞാൻ പിന്നെ പ്രേമിച്ചു. പക്ഷെ ഒരു പെൺകൊച്ച് ഭയങ്കര ആത്മാർത്ഥയായിരുന്നു. ആത്മാർത്ഥമുണ്ട്. അവൾ എന്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ മരണത്തിനല്ലാതെ നമ്മളെ ആർക്കും പിരിക്കാൻ കഴിയില്ലെന്ന്. ആത്മാർത്ഥത ഉണ്ടടാ. ഒരു ദിവസം അവള് പറയാണ് അവളെ കുഞ്ഞമ്മയുടെ നാത്തു മരിച്ചു, അതുകൊണ്ട് നമുക്ക് പിരിയാന്ന്. ഓരോരോ കാരണങ്ങളല്ലേ. നീ മനസ്സ് തളർന്നു. അങ്ങനെ ദേഷ്യം വന്ന ഒരു രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു പാരയുടെ മൂട്ടി പോയിരുന്നു. ഞാൻ നോക്കിയ പാരണ്ട് അതിനകത്ത് ഒരു ആണി അടിച്ചു വെച്ചേക്കുന്നത്. ദേഷ്യം വന്ന് ഞാൻ ആണി വലിച്ചു ഊരി. അതിനകത്ത് യക്ഷി ഇറങ്ങി വന്നു. എന്നിട്ട് യക്ഷി എന്റെ അടുത്ത് പറയുക ചേട്ടൻ എന്നെക്കാട്ടി നല്ല യക്ഷിയെ വേറെ കിട്ടുമെന്ന്.
എനിക്ക് പോലും വേണ്ടല്ലോടാ നിന്നെ. വേണ്ട. കഷ്ടം തന്നെ. എന്തായാലും നിനക്കൊരു പെണ്ണ് കിട്ടില്ലെന്നാണ് ഒരു ഉറപ്പായി. പക്ഷെ നിന്റെ കാര്യത്തിൽ ഒന്നും ഇറങ്ങി തിരിക്കാൻ പാടില്ല. അതെനിക്ക് നിന്റെ അനിയത്തിക്ക് ഒരു പയ്യനെ കൊണ്ടുവന്നപ്പോ മനസ്സിലായിരുന്നു. ഒരു സുന്ദരനായ പയ്യനെ കൊണ്ടുവന്നു, നല്ല പയ്യൻ, സർക്കാർ ജോലി. നിനക്കായിരുന്നു പ്രശ്നം. അവളെ അടിക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു. എന്തായിരുന്നു കുഴപ്പം? അവള് പറയണം അവക്ക് ഇനിയും പഠിക്കണമെന്ന്. ഒരു പെൺകുട്ടി ഇനിയും പഠിക്കണമെന്ന് പറയാൻ തെറ്റാണോ? 10ാം ക്ലാസ്സിൽ 10 തൊട്ട് എഴുതിയിട്ട് തോറ്റ അവൾ ഇനിയും പഠിക്കണമെന്ന് പറഞ്ഞാൽ അവളെ പഠിപ്പിച്ച് കട കയറിയാണ് എന്റെ അച്ഛൻ നാട് വിട്ടു പോയത്, അറിയാമോ? എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഈ പെണ്ണിന്റെ വീട്ടിലോട്ട് പോവാം. പെണ്ണോട് വീട്ടിൽ പോകുന്നതിന് മുമ്പ് നീ കല്യാണം എന്ന് പറഞ്ഞ് എടുത്തു പിടിച്ച് നടക്കല്ലേ? അതിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ നിനക്ക് അറിയാമോ? എനിക്കറിയണം. കല്യാണം ഓക്കെ, ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അതൊക്കെ എനിക്കറിയാം. അതാണ് ബാക്കി പറ. അതെന്ന് വെച്ചാ ആദ്യ രാത്രി ഞാൻ ഇങ്ങനെ കട്ടിലിരിക്കും. അപ്പൊ പെങ്കൊച്ച് ഇങ്ങനെ പാലുമായിട്ട് വരും. ക്ലീശ ആണെങ്കിലും പറ. എന്നിട്ട് ഞാൻ ഇങ്ങനെ പാല് മേടിക്കും. പാല് മേടിക്കുന്നതിനിടയിൽ ഞാൻ ഇങ്ങനെ എന്റെ ഇടയിൽ കൂടെ കൊച്ചിന്റെ കയ്യിൽ ഇങ്ങനെ ഒന്ന് തലോടും. എന്നിട്ട് പാല് മേടിച്ചിട്ട് പകുതി ഞാൻ കുടിക്കും, പകുതി ആ കൊച്ചിന് കൊടുക്കും. എന്നിട്ട് ഗ്ലാസ് അങ്ങ് വെച്ചിട്ട് ഞാൻ ലൈറ്റ് അങ്ങ് അണയ്ക്കും. ലൈറ്റ് അണച്ചിട്ട് മാമൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഈ ലൈറ്റ് എത്തുന്ന വാച്ച് കാണിച്ചു കൊടുക്കും. ഈ ലൈറ്റ് കത്തിക്കുന്ന വാച്ച് കാണിക്കാനാണോ ഒരു പെണ്ണിനെ കെട്ടിച്ചേരുന്നത്? ഇരുട്ടത്ത് ഇത് കാണിച്ചാലേ ഗുമ്മ വരത്തുള്ളൂ. അതേ അറിയാവോ? അപ്പം വേറെ ഒന്നും അറിയത്തില്ല. അങ്ങനൊന്നും പറയല്ലേ. ഞാൻ എന്നിട്ട് എണീച്ചിട്ട് ലൈറ്റ് ഇടും. വെളിച്ചത്തിലാണ് താല്പര്യം. എന്നിട്ട് കീ എടുക്കുമ്പോ ബാക്കിലോട്ട് ഡൈവ് ചെയ്യുന്ന പട്ടിക്കുട്ടിയും കാണിച്ചു. അതിനാണ് ലൈറ്റ് ഇട്ടത്. മാമൻ കൊണ്ടുപോയി രണ്ടും. 2 വർഷം കഴിഞ്ഞ് ആ പെണ്ണിന്റെ വീട്ടുകാർക്കും നിന്റെ വീട്ടുകാർക്കും ഒരു കുഞ്ഞിക്കാല് കാണണമെന്ന് പറയുമ്പോ നീ എന്ത് ചെയ്യും? 4 മണിയാകുമ്പോ LP സ്കൂളിന്റെ അങ്ങോട്ട് കൊണ്ടുപോകും. സ്കൂൾ വിടുമ്പോ ഇഷ്ടംപോലെ കുഞ്ഞിക്കാല് കാണാം. സാറന്മാര് പോകുമ്പോ വലിയ പെരുങ്കാലും കാണാം. സന്തോഷം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ നിനക്ക് വേറൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ സാധാരണ പെണ്ണ് കാണാൻ പോകുമ്പോ അവിടെ കംപ്ലീറ്റ് പൊളിഞ്ഞു വന്നതിന്റെ കാര്യം നിന്റെ സംസാരമാണ്. ഇനിയെങ്കിലും നമ്മൾ എന്താണ് പറയുന്നത് വ്യക്തമായ ഒരു പ്ലാനിങ് വേണം. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അതായത് നമ്മൾ പെണ്ണ് കാണാൻ ചെല്ലുന്ന സ്ഥലത്ത് നമുക്ക് എന്ത് വേണോ അതിന്റെ ഇരട്ടി ചോദിക്കണം. മനസ്സിലായ? ഫോർ എക്സാമ്പിൾ ഉദാഹരണത്തിന് അതായത് ഇപ്പൊ നമുക്കിപ്പോ ഒരു 50 സെന്റ് സ്ഥലം വേണം, ഒരു റബ്ബർ തോട്ടം എന്തെങ്കിലും. നീ 2 ഏക്കറെങ്കിലും കുറഞ്ഞത് ചോദിക്കണം. എങ്കിലും നമുക്ക് 50 സെന്റ് കിട്ടൂ. മനസ്സിലായോ? ഇപ്പൊ മറ്റൊരു കാര്യത്തിന് നിനക്കിപ്പോ ഒരു ബൈക്ക് വേണം, എന്ത് പറയും? എനിക്ക് റോക്കറ്റ് വേണമെന്ന് പറയും. ജീവിതകാലം മൊത്തം നീ റോക്കറ്റ് വിട്ടോണ്ട് നടക്കുകയുള്ളൂ. എടാ റോക്കറ്റ് നിനക്ക് എന്തിനാടാ? റോക്കറ്റ് ചോദിച്ചാൽ ബൈക്ക് കിട്ടൂ. അപ്പൊ നീ ട്രാക്കിലേക്ക് വന്നു. കാര്യം മനസ്സിലായല്ലോ. എന്ത് വേണോ നമുക്ക് അതിന്റെ ഇരട്ടി ചോദിക്കണം. മിടുക്കൻ. ഇങ്ങോട്ട് അങ്ങോട്ടാണ് മിടുക്കണെന്ന് ഞാൻ പറഞ്ഞു തിരിച്ചെടുത്തേ. അതുവരെ ഓക്കെ അല്ലേ? ബാക്കിയുള്ളത് പറ. ഞാനൊന്നും ചെയ്തില്ല. നിങ്ങൾ പറഞ്ഞ കണക്ക് തന്നെ ഞാൻ എല്ലാം കാര്യം പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞു? ഞാൻ മറ്റേ വസ്തുവിന്റെ കാര്യം അവർ ചോദിച്ചു. എന്ത് വേണമെങ്കിലും നമ്മൾ ഇരട്ടി ചോദിക്കണം എന്നുള്ളത്. അത് പറ. മോൻ എന്താ വേണ്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് 2 ഏക്കർ റബ്ബർ സ്റ്റേറ്റ് വേണം. അപ്പൊ അവരെന്ത് പറഞ്ഞു? അവര് പറഞ്ഞു 2 ഏക്കർ ഒന്നും തരാനില്ല മക്കളെ, വേണമെങ്കിൽ ഒരു 50 സെന്റ് തരാന്ന് പറഞ്ഞു. പിന്നെ അവര് ചോദിച്ചു വണ്ടി വല്ലതും വേണമെന്ന്. ഞാൻ പറഞ്ഞു എനിക്കൊരു ലോറി വേണമെന്ന്. അപ്പൊ അവരൊന്നും ലോറി ഒന്നും തരാൻ പാന്നില്ല മക്കളെ, വേണമെങ്കിൽ ഒരു ബൈക്ക് തരാന്ന്. അതുപോലെ ഞാൻ പറഞ്ഞു. പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലേ? പെണ്ണിനെ ഇഷ്ടപ്പെട്ട്. അവിടെയാണ് പ്രശ്നം തുടങ്ങിയത്. അവര് ചോദിച്ചു പെണ്ണിനെ ഇഷ്ടപ്പെട്ടത്. ഞാൻ പറഞ്ഞു പെണ്ണിനെ ഇഷ്ടപ്പെട്ട്, അതുകൊണ്ട് എനിക്ക് പെണ്ണിന്റെ അമ്മയെ കെട്ടിച്ചേരണമെന്ന്. പെണ്ണിന്റെ അമ്മയെ കെട്ടിച്ചേരണമെന്ന്. എന്നാലല്ലേ പെണ്ണിനെ കെട്ടിച്ചേരൂ. ഒരു കേടുമില്ല. അവളെ ആന്റിയെ കെട്ടിച്ചേരാൻ പറഞ്ഞാ മതിയായിരുന്നു. എനിക്ക് ആന്റി ക്ലൈമാക്സ് ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റക്കൂട്ടനല്ല, അമ്പിളിക്കുട്ടൻ. വിളിച്ചേക്കാനും മതിയോ? സത്യം പറഞ്ഞ പണ്ട് കാലത്ത് എന്തുമാത്രം സിനിമ ഞാൻ എടുത്താ അതെല്ലാം മൺമറഞ്ഞു പോയി. എന്തൊക്കെ ഫ്രെയിമുകളായിരുന്നു, എന്തൊക്കെ ലൊക്കേഷൻ ആയിരുന്നു. ഓ എന്റെ ദൈവമേ, ഇതാണ് ഫ്രെയിം, കീച്ചൻ ഫ്രെയിം. കൊള്ളാം കൊള്ളാം. ചുമ്മാ ആ വീട്ടിലോട്ട് നോക്കിക്കൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ആ വീട്ടിലെ പെണ്ണ് താമസം മാറിപ്പോയി. ഇപ്പൊ അതിന്റെ മുത്തശ്ശി മാത്രമേ ഉള്ളൂ അവിടെ. എടി ആര് പറഞ്ഞ ആ കൊച്ചിനെ നോക്കുവാന്ന്? എടി ആര് പറഞ്ഞു ഞാൻ ആ കൊച്ചിനെ നോക്കുവാന്ന്? ഇതൊക്കെ ആര് പറഞ്ഞു തരണം? എനിക്ക് അറിഞ്ഞോളൂ നിങ്ങൾ തനി സ്വഭാവം. എടി നിനക്കിപ്പോ എന്റെ ഒരു വിലയില്ല. പണ്ട് കാലത്ത് ഞാൻ അറിയപ്പെടുന്ന ഒരു സംവിധായകനായിരുന്നു. എത്ര ഹിറ്റ് അടിച്ച കൈകളാന്ന് അറിയാവോ ഇത്? എന്നിട്ടിപ്പോ എന്തായി? ഈ കയ്യും വെച്ചോണ്ടല്ലേ നിങ്ങൾക്ക് ഇപ്പൊ പാറ്റയ്ക്ക് ഹിറ്റ് അടിച്ചോണ്ട് നടക്കുന്നത്? എടി അത് ടച്ച് പോയിരിക്കാൻ വേണ്ടിയല്ലേ. എടി പണ്ടും ഇന്നും എന്നും
ഫ്രെയിമുകൾ എനിക്കൊരു വീക്ക്നെസ് ആണ്. പല ഫ്രെയിമുകളെ പഴയ കഥകളൊക്കെ കുത്തിപ്പൊക്കി വരുന്നുണ്ട്, സൂക്ഷിച്ചാ കൊള്ളാം. നീ നിന്റെ വായി വെച്ചോണ്ടൊന്നും മിണ്ടായിരിക്കാവോ? അതല്ലൊന്നും എത്ര വർഷമായിട്ട് ഞാൻ ഫീൽഡ് ഔട്ട് ആയിട്ട് വീട്ടിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ആക്ഷനും കട്ടും പറയാൻ കൊതിയാവോ? അയ്യോ, നിങ്ങൾക്ക് ഇപ്പൊ ഈ പ്രാന്ത് മാത്രമേ ഉള്ളോ? അടുക്കളയിൽ സാധനങ്ങൾ മൊത്തം തീർന്നിരിക്കുക. ഞാനൊരു കാര്യം പറഞ്ഞില്ലാന്ന് വേണ്ട, ചോറും കറി ഞാൻ ഇനി വീട്ടിൽ വെക്കൂല, മൊത്തം ആക്ഷൻ കാണിക്കത്തുള്ളൂ. എന്ന് വെച്ചാലേ 3 നേരം ഇങ്ങനെ വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ, അത് കട്ട്. അങ്ങനെയാണെ നീ നിന്റെ കൂടും കുടുക്ക എടുത്തോണ്ട് ഇപ്പൊ ഇറങ്ങിക്കോണം നിന്റെ വീട്ടിലേക്ക്. അതാ നല്ല പോകോ വീട്ടിലേക്ക്. സാറേ നമസ്കാരം. നമസ്കാരം. ആരെ മനസ്സിലായില്ല? സാറേ ഞാൻ സ്വർണ്ണപ്പാട രംഗൻ. സാറ് പഴയ സംവിധായകൻ വലഞ്ചുഴി രമേശനല്ലേ? അതെ അതെ അതെ. സാറേ ഞാനൊരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നല്ല കാര്യം. ആ പടം സാർ എന്നെ ഡയറക്റ്റ് ചെയ്യണം. സന്തോഷം കാരണം ഞെട്ടിയതാ. ഇതാരത്? ഇത് പുതിയ സ്റ്റണ്ട് മാസ്റ്റർ ആരാച്ചർ നെൻസൻ. കൈ തന്നെയാണോ? ഇതെന്റെ രീതിയാണ്. അപ്പൊ ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യണമല്ലോ. അതെ അതെ സാറേ, എന്റെ കയ്യിൽ പൂത്ത പണവും ആവശ്യത്തിന് സ്വർണവും ഉണ്ട്. പറ്റിയ സ്ഥലത്താ വന്നേക്കുന്നത്. അരിഞ്ഞാണം പോലും ഇല്ലാതെ ഞാൻ പറഞ്ഞു വിട്ടേക്കാം. സാറേ സാറ് ഈ ഷേവിംഗ് സെറ്റും ബ്ലൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വയലൻസ് സിനിമ പണ്ടെടുത്തിട്ടില്ലായിരുന്നു? പിന്നെ ആ പടം ഞാൻ 10-15 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ആ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാളെങ്കിലും കണ്ടല്ലേ? സാറേ അതിന്റെ പ്രിന്റ് വരെ എന്റെ കയ്യിലുണ്ട്. പ്രിന്റ് എന്റെ കയ്യിലുണ്ട്. ദൈവമാണ് അങ്ങ്, ദൈവമാണ്, മനുഷ്യനല്ല ദൈവമാണ്. എന്റെ ഇരുന്ന പ്രിന്റേ വീടും സ്ഥലവും വിറ്റ് തൊലച്ചെന്ന് പറഞ്ഞ് അച്ഛൻ എടുത്ത് കത്തിച്ച് കളഞ്ഞു. പ്രിന്റ് കയ്യിലുണ്ടല്ലേ? സാറേ സാറ് പിന്നെ വയലൻസ് സിനിമ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു? ആദ്യകാലത്ത് ഞാനല്ലേ ഈ വയലൻസ് സിനിമ എടുത്തത്. പണ്ട് ഞാൻ വയലൻസ് സിനിമയുടെ കഥ പറയാൻ വേണ്ടി നസീർ സാറിന്റെ അടുത്ത്. അയ്യോ, ആ വയലൻസ് സിനിമയുടെ കഥയെന്ന് പറഞ്ഞാലേ ഒരു വില്ലൻ വന്നിട്ട് ഒരു പെൺകൊച്ചിന്റെ കണ്ണിങ്ങനെ കുത്തി പൊളിച്ചിട്ട് കൃഷ്ണമണി എടുത്ത് കാക്കയ്ക്ക് കൊടുക്കുന്ന സീനാണ്. ഈ കാക്കയുടെ ഇളയ കൊച്ചിന്റെ കണ്ണില്ല, അതിന്റെ ഓപ്പറേഷന് വേണ്ടിയുള്ള സംഭവം. ഈ കഥ പറഞ്ഞു കൊടുത്തതും ഐശി കെട്ടോ ഇറങ്ങടാന്റെ വീട്ടിൽ കണ്ടുപോട്ടെ വീട്ടിൽ. അങ്ങനെ എന്നെ അടിച്ചിറക്കി. അങ്ങനെ ഓടി മടുത്ത് കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ ഈ വയലൻസ് സിനിമയുടെ പരിപാടി അങ്ങ് നിർത്തി. പിന്നെ കുടുംബചിത്രം എടുത്തു, അതും സന്തുഷ്ട കുടുംബചിത്രം. ഓ സാറേ, ഇപ്പോഴുള്ള ആൾക്കാർക്ക് സന്തുഷ്ട കുടുംബചിത്രം അല്ല വേണ്ടത്, ദുഷ്ട കുടുംബചിത്രമാണ് വേണ്ടത്. അല്ലെങ്കിലൊക്കെ കഥയിൽ എന്തിരിക്കുന്നു? നമുക്കിങ്ങനെ കിരി എന്ന് അരിഞ്ഞ് തള്ളണം. എന്താണ് സാർ ഇപ്പോഴത്തെ വയലൻസ് സിനിമ ഒന്നും കണ്ടിട്ടില്ലേ? സിനിമ തീരുമ്പോ നായക മാത്രമേ കാണാൻ പാടൂ, ബാക്കിയുള്ളവരെല്ലാം നമ്മളിങ്ങനെ കിരി അരിഞ്ഞ് തള്ളും. അത് ശരി. അപ്പൊ ഞാൻ തന്നെ ഇത് ചെയ്യണമല്ലേ? അപ്പൊ സാറ് സംവിധായകനായിട്ട് ഇങ്ങനെ ഇരുന്ന് തന്നാ മതി, ബാക്കിയുള്ള വയലൻസ് സീനെല്ലാം ഈ നിൽക്കുന്ന പുതിയ സ്റ്റണ്ട് മാസ്റ്റർ ക്രിയേറ്റ് ചെയ്തോളും. ആ പുള്ളി ഒരു ഇറച്ചി വെട്ടുകാരൻ കൂടിയാണ്. എന്റെ പടത്തിന്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 3 കോടി ബഡ്ജറ്റ് ആവും. 3 കോടിയാ? ആക്രാന്തം വേണ്ടായിരുന്നു, പൊളിഞ്ഞാ. 30 കോടി രൂപ ചെക്കുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. സാറേ ഈ സിനിമയിലെ സാർ ചെയ്തതാണോ? പിന്നെ ഞാൻ എടുത്ത പടം പഞ്ചാരൂപ ഉണ്ട. ആ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല സാറേ. സൂര്യപ്രകാശം കണ്ടിട്ടില്ല, പിന്നെ എന്നെ നിങ്ങൾ കാണുന്നു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിലൊരു കഥ എടുത്തങ്ങ് മറിച്ചടിച്ചാലോ? അല്ലെങ്കിലും സാറേ ഈ ഇപ്പോഴത്തെ കഥയൊന്നും ആൾക്കാർക്ക് വേണ്ട. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ വെടിമരുന്ന് ചേർത്ത് നമ്മൾ കൊടുക്കുന്നു. ഈ വെടിമരുന്ന് എന്തിനാ കുപ്പിക്കകത്ത് കുത്തിക്കയറ്റി വെക്കുന്നത്? സിനിമ ഇറങ്ങുമ്പോ പൊട്ടണ്ടേ? കോടികൾ മുടക്കിട്ട് സിനിമ പൊട്ടണ്ടേന്നു. സാർ അതല്ല, ഈ സിനിമയുടെ ഓരോ സീനിലും പൊട്ടിത്തെറികൾ ഉണ്ടാവും. പൊട്ടിത്തെറി മാത്രം പോരാ, 2 പാട്ടുകളും വേണം. അതിന് സാറേ പാട്ട്? അതെ, ഈ 2 പാട്ട് നടക്കുന്ന സമയത്താണ് പ്രേക്ഷകർ മൂത്രം ഒഴിക്കാൻ പോണത്. അതൊക്കെ പണ്ട് നമ്മുടെ വയലൻസ് സിനിമയുടെ ആദ്യ സീൻ കാണുമ്പോ തന്നെ ആൾക്കാർ ഇരുന്ന് മൂത്രം ഒഴിക്കും. അപ്പൊ ഇന്റർവെൽ ഇല്ല. അപ്പൊ ഇന്റർവെൽ ഇല്ലല്ലേ? എന്തിന്? ആ സമയം കൊണ്ട് നമുക്കൊരു 10-15 പേരെ വെട്ടിക്കൊന്നോടെ. അത് മാത്രമല്ലെന്ന്, എന്റെ സിനിമ എന്ന് പറഞ്ഞ ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരിക്കും. അത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. മനസ്സിലായല്ലോ? അറിയാലോ എന്റെ. അപ്പൊ ഈ ഹ്യൂമർ വേണം. ഹ്യൂമർ ഉണ്ടോ? ഹാമർ ഉണ്ടല്ലോ. ഈ ഹാമർ വെച്ചിട്ടാണ് നമ്മൾ 4 പേരെ തലക്കടിച്ച് കൊല്ലുന്നത്. തലക്കടിച്ച് കൊല്ലുന്നത് ഹാമർ അല്ലെന്നും, ഹ്യൂമർ കോമഡി ഉണ്ടോന്ന്. സാറേ ആക്ഷൻ പടത്തിലൊക്കെ എന്തിനാണ് കോമഡി? പടം കണ്ടിട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോ റിവ്യൂ പറയാൻ വേണ്ടി കുറെ അണ്ണന്മാർ ഇപ്പൊ ഉണ്ട്, അത് കണ്ട ആൾക്കാർ ചിരിക്കൂലേ? അത് നല്ല ഐഡിയാണ്, നല്ല ഐഡിയാണ്. പിന്നെ അത് മാത്രമല്ല, എന്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എന്റെ സിനിമയില് വലിയ സ്റ്റണ്ട് ഒന്നും കാണാറില്ല. ഇപ്പൊ ഇതിലത് സ്റ്റണ്ടിന്റെ ആ പരിപാടി വല്ലതും ഉണ്ടോ? സാറേ ഈ സിനിമയിൽ സ്റ്റണ്ട് മാത്രമുള്ളൂ. സാറ് കണ്ടിട്ടില്ലേ പഴയ സിനിമയിൽ നായകന്മാരെ കയ്യിൽ നിന്ന് വില്ലന്മാർ ഇടി വാങ്ങാൻ ക്യൂ ആയിട്ടല്ല ചെല്ല ഓരോരുത്തര്. പക്ഷെ ഈ സിനിമയിൽ അങ്ങനല്ല, എല്ലാവരും വില്ലന്മാരും കൂടി കൂട്ടത്തോടെ വരും. സെക്രട്ടേറിയറ്റിന്റെ സമരം
ഇഷ്ടം പോലെ. എന്നിട്ട് നായകൻ ഓരോരുത്തരെ ഇടിച്ചു പറപ്പിക്കും. സാറേ 5 ലക്ഷം രൂപയ്ക്കാണ് പ്ലാസ്റ്ററും ഫസ്റ്റ് എയ്ഡ് ബോക്സും ബുക്ക് ചെയ്തിരിക്കുന്നത്. അതെന്തിനാണ് സാറേ ഡയറക്ടറിന് വരെ പരിക്ക് പറ്റൂലേ? ഓ അങ്ങനെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, എന്റെ സിനിമ എന്ന് പറഞ്ഞാൽ വയലൻസ് റിലാക്സ്, റിലാക്സ് വയലൻസ്. ഈ റിലാക്സിന് വേണ്ടി നമുക്ക് കുറച്ച് കൊച്ചു കുഞ്ഞുങ്ങളെ വെച്ചിട്ട് കുറച്ച് സീക്വൻസുകൾ ചെയ്യണം. കുരുന്നു കുഞ്ഞുങ്ങളെ. പിന്നെ സാറേ നമ്മുടെ ഈ വയലൻസ് സിനിമയിലും കുരുന്നു കുഞ്ഞുങ്ങൾക്കുള്ള സീക്വൻസ് ഉണ്ടല്ലോ. എന്താ പറയൂ? നമ്മൾ 4 കുഞ്ഞുങ്ങളെ നമ്മളിങ്ങനെ നിരത്തി കിടത്തുന്നു. കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നതായിരിക്കല്ലേ, അപ്പൊ സ്വപ്നം കാണും. സ്വപ്നം കാണുമ്പോ പൂമ്പാറ്റ ഗ്രാഫിക്സ് ചെയ്യണം, പിന്നെ മഞ്ഞ് വേണം, മാലാഖ വേണം, അത് ഗ്രാഫിക്സ് ചെയ്യാം. ഓക്കെ സാറേ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ലൈമാക്സിലോട്ട് പോകുന്നത്. അതിനകത്തെന്ന് പറഞ്ഞാൽ നിഷ്ഠൂരവും ക്രൂരവുമായിട്ടുള്ള കൊലപാതകങ്ങളാണ് നടക്കുന്നത്. ഇത്രയൊക്കെ ചെയ്തിട്ടും ഇപ്പൊ തന്നെ ഈ സിനിമയിൽ ആരും ജീവിച്ചിരിപ്പില്ല. സാറേ 500 ജൂനിയർ ആർട്ടിസ്റ്റുകളെ വേറെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇയാൾക്ക് വേണ്ടി, ഇതൊക്കെ കൊന്നു കളിക്കാൻ വേണ്ടിയാ. അല്ല സാറേ ഈ ക്ലൈമാക്സ് ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് ഡെമോൺസ്ട്രേഷൻ കാണിക്കുന്നതാണ് നല്ലത്. അതെ നമ്മുടെ ഡെമോൺസ്ട്രേഷനുള്ള 10 കിലോ ഇറച്ചി കൊണ്ടുവന്നായിരുന്നു. ഇന്നലെ ഞായറാഴ്ച അല്ലേ, ഇറച്ചി മുഴുവൻ വിറ്റ് കഴിഞ്ഞു. സാറേ ഈ ഫ്രിഡ്ജിനകത്തെ ഇറച്ചി എന്തെങ്കിലും ഇരിപ്പുണ്ടോ? നിനക്ക് ദൈവശാപം കിട്ടും. 1 വർഷമായി ഞാൻ ബീഫ് കഴിച്ചിട്ട്. ഒരു കഷ്ണം ഇറച്ചി കഴിക്കാൻ വേണ്ടി എന്റെ അണ കൊതിക്കും, അറിയാവോ? പിന്നെ ഫ്രിഡ്ജിനകത്ത് പച്ചക്കറി ഉണ്ട്, അത് മതി. പച്ചക്കറി മതി. അപ്പൊ അത് കാണിച്ചാലും പറ്റുമോ? ഡെമോ കാണിക്കണം സാർ. അപ്പൊ ഞാൻ ഈടോ ഞാൻ തന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ, വയലൻസ് സിനിമയുടെ കഥ പറയാൻ പോകുമ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ 1 കിലോ ഇറച്ചി വേണം. ഞാൻ സാറിനോട് പറഞ്ഞിട്ടില്ലേ വയലൻസ് സിനിമയുടെ കഥ പറയാൻ പോകുമ്പോൾ തിങ്കളാഴ്ച പോകരുതെന്ന്. ഞായറാഴ്ച നല്ല കച്ചവടമല്ലേ, ഇറച്ചി തീരും. മേശ എടുത്തോ, മേശ എടുത്തോ. ഇത് വെറും ഒരു ഡമയാണ്. സാറേ നമ്മൾ ഇതിന്റെ ക്യാരക്ടറുകളെ പരിചയപ്പെടുത്താം. പരിചയപ്പെടുത്തു. ഇത് അമ്മ. ഓക്കെ. ഇത് മോള്. ഇതെന്താ മോളിത്രയും ചെറുതായതുകൊണ്ടല്ല കയ്യിൽ തന്നത്. മോള് കുറച്ചുകൂടെ വലുതെടുക്ക്. ഇത് മോള്. ഫ്രെയിം കറക്റ്റ്, ടൈറ്റ് ഫ്രെയിം ആണ്. ഇത് അച്ഛൻ. അതുവരെ അടിക്കാൻ ഈ അച്ഛന്റെ സ്ഥാനത്ത് തന്നെ കിഴങ്ങ് കൊണ്ട് വെച്ചേക്കണേ. സാറേ വയലൻസ് സിനിമയിലെല്ലാം അച്ഛന്മാര് കിഴങ്ങന്മാരായിരിക്കും. അല്ല ഞാൻ ചോദിക്കട്ടെ, അച്ഛൻ മോള് അമ്മ, അപ്പൊ ആങ്ങളെ ചെറുക്കനില്ലേ? മകനെ നമ്മൾ നേരത്തെ ചുറ്റിയോട് തലക്കടിച്ച് കൊന്നില്ലേ? എപ്പാ? സാറ് കഥ ശ്രദ്ധിക്കേണ്ട, സാറിന് വേണ്ടിട്ടല്ലേ ഞങ്ങൾ ഇത്ര കഷ്ടപ്പെടുന്നത്. സാറേ ഈ വീട്ടിൽ അച്ഛനും മോളും അമ്മയും മാത്രമേ ഉള്ളൂ. ഈ വീട്ടിലേക്ക് കുറെ വില്ലന്മാർ പരിചയപ്പെടാൻ വേണ്ടി വരുന്നു. ലോജിക്കില്ല കഥയ്ക്ക്, ലോജിക്കില്ല. ചാവാൻ പോണവർക്ക് എന്തിനാ സാറേ ലോജിക്ക്? കണ്ടിന്യൂറ്റി. സാറേ ഒരു ആക്ഷൻ പറഞ്ഞേ, ഈ സീൻ നമ്മൾ കാണിച്ചു തരാം. ആക്ഷൻ പറയുന്നു. വില്ലൻ കത്തിയെടുക്കുന്നു, അമ്മയെ പരിചയപ്പെടാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്നു. ഓക്കെ. എന്താ കിഴങ്ങെടുത്ത് കളഞ്ഞേ? വില്ലനെ കണ്ടതും അച്ഛനോടി. അച്ഛൻ ഓടിയാ? ഓക്കെ, പോട്ടെ പോട്ടെ. അമ്മയെ കയറിട്ട് കാണുന്നു, ചെന്ന് ഷെയ്ക്കിന്റെ ചോദിക്കുന്നു, ഹലോ മാഡം. അമ്മ കൈ നീട്ടുന്നു, കൈവെട്ടി കളയുന്നു, തിരിച്ചെറിയുന്നു. ഉടനെ അമ്മ പൊട്ടിക്കരയുന്നു. പൊട്ടിക്കരയുന്ന അമ്മയുടെ ഈ വെട്ട് കത്തിക്കൊണ്ട് വില്ലൻ തലവെട്ടി പൊളിക്കുന്നു. കൈ കൊണ്ട് അമ്മയുടെ തല പൊളിച്ച് തലച്ചോറെടുക്കുന്നു. ഇത് കണ്ടുകൊണ്ട് അമ്മയെ വെട്ടിക്കൊല്ലുന്നത് കണ്ട് മകൾ പൊട്ടിച്ചിരിക്കുന്നു, പൊട്ടിക്കരയുന്നു. അപ്പോ ഒരു ആവശ്യമില്ലാതെ വില്ലൻ ഓടിച്ചെന്ന് മകളുടെ കാല് വാരി തറയിലടിക്കുന്നു. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരാളെ കഴുത്ത് അറുത്ത് മുറിക്കുന്നു. അതാരത്? ഈ വീട്ടിലെ ഡ്രൈവർ. അവനെന്താ കഴുത്തെടുത്ത? ഇത്രയും കൊലപാതകം നടക്കുമ്പോ അവൻ ഇവിടെ കയറുന്ന കാര്യങ്ങൾ അന്വേഷിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആ കാറിലിരുന്നാ പോരെ? അവന്റെ സമയത്തോട്ടല്ല, അവന്റെ തല പൊട്ടിക്കുന്നു. ഓക്കെ. അത് കിഴങ്ങ് വെട്ടിയേ. വില്ലൻ പോയോന്നറിയാൻ വേണ്ടി അച്ഛൻ മേശരടിയിൽ ഒളിച്ചിരിക്കായിരുന്നു. എത്തി നോക്കിയപ്പോ കണ്ടു. ഈ അച്ഛന് വലിയ കാര്യമുണ്ടോ? ഒളിച്ചിരുന്നാ പോരായിരുന്നു. വലിയ കാര്യമുണ്ടോ? വലിയ കാര്യമുണ്ടോ? ഇത്രയും വെട്ടും കുത്തും കൊലപാതകം നടന്നപ്പോ മെയിൻ വില്ലൻ എന്താ പടവലം തിന്നു. പടവലം തിന്നതല്ല, ഇത്രയും കൊലപാതകം ഇവിടെ നടക്കുമ്പോഴേ ഉവൻ ഹെഡ്സെറ്റ് വെച്ച് മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുന്നു. അവന്റെ ചെവി കടിച്ചു പറിച്ച് തുപ്പുന്നതാ. മ്യൂസിക്കും കേൾക്കണ്ട, ഹെഡ്സെറ്റ് ചെയ്യാനും പാടില്ല. വേണ്ട 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 വേണ്ട. വയലൻസ് വയലൻസ് വയലൻസ്, സിനിമ മുഴുവൻ വയലൻസ്, ഒരു രക്ഷയില്ല. ഇതുകൊണ്ടൊന്നും മതിയാത്ത വില്ലൻ ഒരാളെയും കൂടി കൊന്നാൽ അവന്റെ കോളം തീർന്നു. ആരുണ്ട്? ആരുണ്ട്? വായുടെ സാറിന്റെ ഭാര്യ ബോധം കിട്ടും.
പടം വിജയിച്ചു. 100 കോടി ക്ലബിൽ കേറും. സക്സസ്. ഈ പടം സാറ് എന്നെ ഡയറക്റ്റ് 6 ഫ്രെയിം പിടിച്ചിരിക്കുകയാണ് ഇപ്പോഴേ. സാറേ സാറ് ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പടം വിജയിക്കും. സാറേ സാറേ സാർ ഈ പടം 300 കോടി ക്ലബിൽ കയറുന്നു ഉറപ്പായി. താൻ വെറും സ്റ്റണ്ട് മാസ്റ്ററല്ല, വയലൻസ് സിനിമയുടെ ട്രെൻഡ് മാസ്റ്ററാണ്. എന്താണ് പരിപാടി മക്കളെ? കുറച്ച് ഒരു ടാസ്ക് തന്നാലോ? അയ്യോ ചേച്ചി ഇപ്പൊ വരുന്നതേ ഫ്ലാസ്കും ടാസ്കും. ഓക്കെ ടാസ്ക് പറ കേക്കണ്ടേ. അപ്പൊ നീ അവിടെ നോക്കൂ. അവിടെ എന്നാ ചന്ദ്ര എന്ത് സാധനം ഇനി ഓക്കെ, ഇതിന്റെ സൗണ്ട് പ്ലേ ബാക്ക് ചെയ്യും. ഇതില് ഞാൻ ആർട്ടിസ്റ്റ് സെലക്ട് ചെയ്യാൻ പോവാണ്. നമ്മളുടെ അമ്പിളി ചേട്ടൻ, ജഗതി ചേട്ടൻ, നോബി, കളിക്ക ചേച്ചി ഡൈന, ഹരിശ്രീ, അശോകേട്ടൻ, അഖിൽ. ഓക്കെ, അപ്പോ അത് വീണ്ടും പ്ലേ ചെയ്യാൻ പോവാണ്. കറക്റ്റ് ആയിട്ട് അത് ചെയ്യണം. ഓക്കെ, അപ്പൊ നിങ്ങൾ 3 പേര് വരൂ. നോബി, അഖിലും. അപ്പൊ പൊസിഷൻ അമ്പിളി ചേട്ടന്റെ കറക്റ്റ്, കൽപ്പന ചേച്ചിന്റെ കറക്റ്റ് ആണ്. റെഡി അല്ലേ? റെഡി? ഇരുന്ന് കാണാം. ആൻഡ് ആക്ഷൻ. ചന്ദ്ര സാരമില്ലടാ മോനെ, സാരമില്ല. ആദ്യം എങ്ങോട്ട് നോക്കിയത്? പക്ഷെ ഞാൻ നോക്കി കാണാൻ. ചേഞ്ച് ഓഫ് കാസ്റ്റ്. അമ്പിളി ചേട്ടന്റെ റോളില് ഓക്കെ, അഖിലായിട്ട് മീൻസ് അഖിൽ അശോകേട്ടനായിട്ട്, ഡയന മാറിയിട്ട് ശ്രീവിദ്യ. ഓക്കെ, ആൻഡ് ആക്ഷൻ. ചന്ദ്ര പശുവാണ്. ഇത് വെച്ച് വളരെ നല്ല തീരുമാനം. എനിക്ക് പ്ലീസ് ഇവളുടെ മുഖത്ത് വന്ന എക്സ്പ്രഷൻ എന്താന്ന് എനിക്ക് പറഞ്ഞു തരണം. ശ്രീവിദ്യയുടെ കൃഷ്ണമണി ഇവിടെ കേറി ഇവിടെ വരുമെന്ന് അത്രയ്ക്ക് പറഞ്ഞു. ചേച്ചി ഇത് ക്യാമറയിൽ നോക്കാം. അല്ല, ഇവൻ ഇത് ജഗതി ചേട്ടൻ. പറഞ്ഞില്ലടാ ചേച്ചി. ചീമ ചേച്ചി, ചീമ ചേച്ചി, എന്നതാണേ ചന്ദ്ര കടിച്ചു തിന്നല്ലേ. കള്ളുടിയനായിരുന്നോ? ഇവിടെ ആരും ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മള് സമ്മതിക്കണം. ചെറുക്കനെ കഥാപാത്രമല്ലേ? കഥാപാത്രം വിട്ടുപോയി നീ. അതെ, ഇടയ്ക്ക് നീ വ്യതിചലിച്ചു. പ്രേക്ഷകരെ, നമ്മൾ അടുത്ത ദിവസം ഇതേപോലെ കിടിലമായിട്ട് വരും. അതുവരേക്കും ബൈ ഫ്രം കോമഡി മാസ്റ്റേഴ്സ്. ബൈ.